ഹലോ. ഹലോ അനിതേ. എന്താ സാറേ? നീ ഇപ്പം പണിക്കൊന്നും പോകില്ല, റൂമിൽ തന്നെ കിടന്നുറങ്ങല? ഇല്ല, ഞാൻ ജോലി സ്ഥലത്താ ഉള്ളത്. പോയിനാ? പിന്നെന്താ നീ വാടക തരാതെ? വാടക എന്നിട്ട് ഇത് 2 മാസമായാലും നിന്റെ വാടക മുടങ്ങി കിടക്കുന്നു. അത് ഇവിടുന്ന് വാടക തരാണ്ട പൈസ ഒന്നും കിട്ടിയില്ല. പൈസ കിട്ടാണ്ടാണ് പിന്നെ നീ ജോലിക്ക് പോകുന്നു? ഇല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാന്നാ പറഞ്ഞത്. കഴിഞ്ഞ മാസം തന്നിട്ടില്ല, അപ്പൊ പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സാറിന് 2 മാസം എനിക്ക് വാടക കിട്ടാനുണ്ടോ? വല്ല ശമ്പളം കിട്ടാനുണ്ടോ? അല്ല, ഇവര് പറഞ്ഞ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാശ് തന്നാ പോരെ, ഇപ്പൊ സാറിന് തന്നാ പോരെ? അപ്പൊ തന്നാ പോരെ. ഇവിടെ റൂം തരുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ വാടക കൃത്യമായിട്ട് തരണമെന്ന്? എന്നാലേ എനിക്കിത് നടത്തിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് സാറ് ഒരാഴ്ചയും കൂടി ശ്രമിക്കൂലേ? ഇതിപ്പോ നിന്റെ ആദ്യമായിട്ടൊന്നുമല്ലല്ലോ ഞാൻ ക്ഷമിക്കാൻ തുടങ്ങിയത്. നീ മാത്രമേ ഉള്ളൂ വാടക തരാനുണ്ട്. ഒരാഴ്ച കഴിഞ്ഞ മാസം മുടങ്ങിയത് നീ പറഞ്ഞ ഒരാഴ്ച, എന്നിട്ട് ഞാൻ പോട്ടെന്ന് വെച്ച്. ഇപ്പൊ 2-മത്തെ മാസമാണ്. അങ്ങനെ ശരിയാവുക അതിന്റെ? അത് ഞാന് കിട്ടിയിട്ട് തരാന്ന് വിചാരിച്ചിട്ടാ. അല്ല, കഴിഞ്ഞതിനും അങ്ങനെ തന്നെ അല്ല ഞാൻ തന്നത് സാറിന്. ഞാൻ അങ്ങനെ കുറച്ചൊന്നുകൊണ്ടല്ലേ നീ തന്നിന്. ഒരു കാര്യം ചെയ്. എന്താ സാറേ? കഴിഞ്ഞ മാസം വന്ന പോലെ നീ ഒരു കാര്യം ചെയ്. നീ ഇന്ന് എന്റെ ഓഫീസിൽ റൂമിലോട്ട് പോ. ഞാൻ തനിച്ച് പോകും, നമുക്ക് സംസാരിക്കാം. അയ്യോ സാറേ, അങ്ങനെ വന്നാല് അല്ല, എന്റെ റൂമില് ഒരാൾ കൂടിയില്ലേ, അവൾക്ക് ഭയങ്കര സംശയം കേട്ടോ. അവൾക്ക് എന്ത് സംശയം? അവൾക്ക് കൃത്യമായിട്ട് വാടക ഉണ്ടായിരുന്നു. അവൾക്ക് എന്തിനാ സംശയം വരുന്നു? അല്ല, അവള് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഞാൻ വരാണ്ടിരുന്നപ്പോ അവള് ചോദിച്ചു, എന്ത്? നീ ഇതെന്താ ഇങ്ങനെ ഇടക്കിടക്ക് റൂമിൽ വരാതെ? അത് നിനക്ക് പറഞ്ഞാ പോരെ? നീ ആ വീട്ടിൽ രാത്രി കുറച്ച് പണികളുണ്ട്, അവിടെ തന്നെ താമസിച്ചെന്ന് അങ്ങനെ പറയാനല്ലേ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്? അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞിനി, അവൾക്ക് വിശ്വാസമാണ്. അതിന് അവളെയൊന്നും ഞാൻ ഇതുവരെ ഇങ്ങനത്തെ പണിക്ക് വിളിച്ചിട്ടില്ലല്ലോ. അവളൊക്കെ കൃത്യമായിട്ട് വാടക വരുന്നില്ല. അവക്കെന്താ കുഴപ്പം? അത് വിട്. അവളന്മാരെയൊന്നും നീ നോക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും. എത്ര മണിക്കാ ജോലി ചെയ്യാ? ജോലി 6-6:30 ആവും. അതെ, 6:30 ആയിട്ടാകുമ്പോ നീ ഒരു കാര്യം ചെയ്തു. നീ നിന്റെ റൂമിലോട്ട് പോകണ്ട, നീ നേരെ ഇങ്ങോട്ട് വന്നു. അല്ല, എനക്ക് അടുത്ത ജോലിയെല്ലാം തീർത്തിട്ട് വരുമ്പോഴേക്ക് അല്ലാതെ ക്ഷീണം. അത് കുഴപ്പമില്ല, ഇവിടുന്ന് കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് ഇന്ന് ഇവിടെ കൂടാം. പിന്നെ നിന്റെ വാടകയും പ്രശ്നമില്ല. നീ പൈസ കിട്ടുമ്പോ തന്നാ മതി. അല്ല, എനക്ക് ക്ഷീണം കൊണ്ട് ഇതെല്ലാം താങ്ങാൻ പറ്റണ്ടേ സാറേ? താങ്ങാനെന്ന മലയാണോ? അകപ്പാടാ എന്താ പറയാ, ചെറിയ വീടിക്കുറ്റി പോലത്തല്ലേ ഞാൻ. ഭയങ്കര ക്ഷീണമായിട്ട് പിറ്റേന്ന് എനക്ക് ജോലിക്ക് പോകാൻ വരെ പറ്റിയിട്ടില്ല. പിന്നെ 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 അതൊക്കെ വെറുതെ പറയല്ല. അതിനും മാത്രം ഞാൻ എന്നാ ചെയ്ത്? അല്ല, സാറ് ചെറുതാണെങ്കിലും എന്നാ എന്നെ കിട്ടിക്കഴിഞ്ഞാല് ശരിയാകുന്നില്ല, എനിക്ക് തീരെ പറ്റുന്നില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലായി. സാറ് ചെറുതാങ്ങ് സാറിന്റെ ചക്കം വലുതാന്നല്ലേ പറഞ്ഞതിനർത്ഥം? ഇപ്പൊ ഞാനിങ്ങനെ പറയാ. അത് ഇച്ചിരി വന്നോണ്ടല്ലേ നിന്നെ വിളിക്കുന്നു. അതെ, അതെനക്ക് പറ്റണ്ടേ താങ്ങാൻ. അതൊക്കെ പറ്റും. ഇനിയിപ്പോ പറ്റാതെ അടുത്താണെങ്കിൽ അവിടെ തന്നെ വേണമെന്നില്ല. നമുക്ക് വേറെ എന്തൊക്കെ പരിപാടിയുണ്ട്? ഇതൊക്കെ കഴിഞ്ഞിട്ട് എനക്ക് ഉറങ്ങാൻ വരെ പറ്റുന്നില്ല. അതിനെന്നാ ഞാൻ ഉറക്കിത്തരാം, നീ പോയി. ഇന്ന് ഒരു ദിവസം നമുക്ക് ഇവിടെ കൂടാം. ഒരു കാര്യം, ഈ മാസം വാടക നീ തരണ്ട, ഞാൻ കൊടുത്തേക്കാം. അല്ല, വാടക ഞാൻ തരും, പക്ഷെ അത് സാറിന്റെ അടുത്ത് വന്നു കഴിഞ്ഞാലില്ലേ എന്നാ സാറ് വേഗമൊന്നും വിടുന്നില്ലല്ലോ. അത് പിന്നെ വേഗമൊക്കെ വിടാൻ പറ്റുമോ? നീ എന്ത് തന്നെയായാലും നീ ആളൊട്ടും മോശമൊന്നുമല്ല, നല്ലൊരു പൊടിയല്ലേ. പിന്നെ എങ്ങനെ പെട്ടെന്ന് ഇവിടുന്ന് കിട്ടിയാൽ മാക്സിമം നമുക്കൊന്ന് എൻജോയ് ചെയ്യണ്ടേ? അങ്ങനെ ആയാൽ എനക്ക് രാവിലെ വല്ലാണ്ട് ഉറക്കം വന്നിട്ട് അവിടെ പോയെടുക്കുന്ന ജോലി ചെയ്യാനും കഴിയുന്നില്ല. പിന്നെ ഞാൻ മടിച്ചിട്ട് അന്ന് പോവുകയില്ല. അപ്പൊ പിന്നെ വീട്ടുകാരെ
വഴക്കും ഞാൻ കേൾക്കണു. അല്ല പോവാന്ന് വെക്കണ്ട, നിനക്ക് നടന്നിട്ട് പോകാൻ ബുദ്ധിമുട്ട് ഞാൻ വണ്ടിയിൽ കൊണ്ടാക്കി തരാം അവിടെ വരെ. അതൊന്നും കുഴപ്പമില്ല. അയ്യോ അതൊന്നും ശരിയാവില്ല. അപ്പൊ ചോദിക്കൂലേ ഇതാരെ വണ്ടിയിലാ നീ വന്നേന്ന്? അത് പറഞ്ഞാ പോരെ, ഹോസ്റ്റലിന്റെ ഇത് ഉടമേന്റെ വണ്ടിയാണെന്ന് പറഞ്ഞാ പോരെ, അതിനെന്താ? അപ്പൊ അവര് ചോദിക്കൂലേ ഇത് ഉടമേന്റെ വണ്ടി നിൽക്കുന്ന ഇത്ര ഇതിൽ ഫ്രീ ആയിട്ട് കയറി വരുന്നു? അത് പറഞ്ഞാൽ മതി. അത് ഇന്ന് ഓഫീസ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട് നേരം പോയോണ്ട് അങ്ങനെ ഒന്ന് വണ്ടിയിൽ കൊണ്ടാക്കി തന്നെ. അതല്ലെന്ന് അവരിൽ അന്വേഷിക്കുന്നു, നീ ജോലിക്ക് പോകുന്നില്ല. പിന്നെ രാത്രിയത്തെ കളി എന്നെല്ലാം പറഞ്ഞാല് അന്ന് ശരിക്കും അറിഞ്ഞ് കളിക്കണ്ടേ. ഒന്നാമല്ലേ വെറും ഈ വീട്ടു ജോലിയും താമസവും ഭക്ഷണമായിട്ട് എന്നാ കാര്യം ജീവിച്ചിട്ട്. എന്നാലും സാറ് ഒരു കാര്യം ചെയ്യും, അവർക്ക് ഒരു ദിവസം ഞാൻ ജോലിക്ക് പോണ്ടെന്ന് പറഞ്ഞൊരു ദിവസമുണ്ട്. ആ ദിവസം വന്നാ പോരെ. അതിന്റെ തലേന്ന് വന്നാല് അന്ന് ഞാന് പിന്നെ ജോലിക്ക് പോണ്ടല്ലോ. അതേതാ ദിവസം? അത് അവർക്ക് എവിടെയോ ടൂറ് പോകാനുണ്ട്. അത് കുറെ ദിവസം എടുക്കുവാ? ഇല്ല, ഒരു ദിവസത്തെ ഇതാണ്. അപ്പൊ പിന്നെ അവര് പറഞ്ഞു നീ വരണ്ടെന്ന് പറഞ്ഞു. ഏത് ദിവസാ? ഇത് അടുത്ത് 2-3 ദിവസം പറയാം. ഞാനിങ്ങനെ വിചാരിച്ചും പോയി, ഇനിയിപ്പോ 2-3 ദിവസം വരെ ഇതും പിടിച്ചോണ്ടിരുന്ന് നിൽക്കണ്ടേ. അല്ല അതിന്റെ തലേന്ന് ഞാൻ വന്നാല് പിന്നെ എനിക്ക് സുഖമായല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യും, അന്നും പോര്. ഇന്ന് നീ കുറച്ച് ഒരു മണിക്കൂറോളം നിന്നിട്ട് പോയിക്കോ. ഞാൻ അത്രക്കങ്ങ് വിചാരിച്ചു. ഞാൻ ഭയങ്കര ക്ഷീണത്തിലുള്ളത്. അതാ ഞാൻ പറയുന്ന. പിന്നെ ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് കളിക്കാം. ഇന്ന് വന്നിട്ടാകുമ്പോ വേറെ ഒന്നും വേണ്ട, നീ ചുമ്മാ അങ്ങ് നിന്നിട്ട് എന്തെങ്കിലും ചെയ്തിട്ട് പോകും. അല്ല ഇന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. കുറച്ചധികം ജോലിയും ചെയ്ത എത്ര മണിക്കാ തീരുവാന്നൊന്നും അറിയില്ല. എന്നെ കൊണ്ട് തോറ്റല്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ ജോലി എപ്പാ തീരുന്ന അന്നേരം പറ. അല്ല ഞാൻ അവിടെ വരണം വണ്ടിയും കൊണ്ട്. സാറിന് ഞാനിപ്പോ പറയണം 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ പോരാ? എന്നെ വിചാരിച്ചത് 2 ദിവസം വരെ നിൽക്കണ്ടേ. 2 ദിവസം വരെ നീ തള്ളി നീക്കുമെന്ന് പറഞ്ഞാല് അത് എനിക്കറിയാൻ മേലാഞ്ഞിട്ടാ. ഈ ആണുങ്ങൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അപ്പം നടക്കണം. ഇല്ലെങ്കില്ല ഒരുമാതിരി പോലിരിക്കും. അല്ല അത് വിചാരിച്ച മാതിരി കിട്ടാന് ഞാൻ നിന്നെ ഇന്ന് ഇങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണല്ലോ എന്റെ വാടകന്റെ കാര്യം നമുക്ക് ഓർമ്മ വന്നത്. അത് പറഞ്ഞിട്ടില്ല നിന്നെ വിളിക്കാനും പറ്റും. അപ്പൊ സാറ് പറയുന്നത് ഈ മാസത്തെ വാടക വേണ്ടാന്നാ? മറ്റന്നാളും കൂടി പിന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ അമ്മായി വോട്ട് ഒരു മാസം വാടക വോട്ട് ഈ വരുമല്ലോ. എന്നാ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. ഇന്ന് അല്ല ജോലി കഴിഞ്ഞാല് എന്നാ സാറ് എന്നെ കൂട്ടാൻ വരുവോ? ഞാൻ പറയാം, നീ ജോലി കഴിഞ്ഞും അത് നിർത്താൻ പോകുമ്പോ നീ എന്നെ വിളിച്ചാ മതി. ഇന്ന് കുറച്ച് ലേറ്റാ, ഒരു 8-9 മണിയിലാവും. അത് സാരമില്ല. അതിനെന്നാ ഇനിയിപ്പോ നീ എന്നിട്ട് റൂം പോലെ ഇവിടെ തന്നെ കിടന്നാ പറയോ, ഞാൻ പിന്നെ ചെല്ലി കൊടുത്തൊന്നുമില്ല. ഇല്ല അത് പറ്റൂല, എനക്ക് റൂമിൽ എന്തായാലും പോണം. എന്നാ പിന്നെ റൂമിൽ പോയിക്കോ, കുഴപ്പമില്ലല്ലോ. അല്ലെങ്കിൽ അവൾ അന്വേഷിക്കും. അത് കുഴപ്പമില്ല, നീ ഇവിടെ പോയാലും. എന്നാ സാറ് പറഞ്ഞ 1 മണിക്കൂറാണേ. ചിലപ്പോ 1 മണിക്കൂറും വേണ്ടി വരുമല്ലടി. ഞാൻ പറഞ്ഞ പോലെയാണെങ്കിൽ കൺട്രോൾ ചെയ്യാണ്ട് നിൽക്കുന്നതാണല്ലേ. അങ്ങനെയല്ല, ചുമ്മാ വാഗുണ്ടെന്തെങ്കിലൊക്കെ കാട്ടിയിട്ട് പോ. ചെറിയൊരു കളി പോലെ കളിച്ചിട്ട് ബാക്കി നമുക്ക് മറ്റന്നാളാക്കാം. അത് ഞാൻ ശ്രമിച്ചോളൂ. ഇത് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്നാ സാറ് വാ ഒരു 9 മണി. അപ്പൊ ഞാൻ വാടക അങ്ങ് എഴുതി തള്ളി കേട്ടോ. മറ്റന്നാളും കൂടി ആയാലാന്ന് വാടക എഴുതി തള്ളു. അതുവരെ ഞാൻ ഉറപ്പായിട്ടും വരും. പിന്നെ നീ എന്നെ പറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല കേട്ടോ. അറിയാലോ, ഇത്രയും കുറഞ്ഞ എമൗണ്ട് റൂമും കിട്ടൂല, അതും അറിയാലോ.